ഭാരത സർക്കാരിന് വേണ്ടി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച വഖഫ് ഭേദഗതി നിയമം ഭരണഘടനയോടുള്ള വെല്ലുവിളിയും മുസ്ലിം മതവിഭാഗത്തിനുമേലുള്ള കടന്നുകയറ്റവുമാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളും മലയാളം മാധ്യമങ്ങളും ആരോപിക്കുന്നത്. അതിന് ഉപോത്ബലകമായി അവർ പല ചോദ്യങ്ങളും പാർലമെൻറ്റിൽ ചോദിക്കുകയും ചെയ്തു. പതിവ് പോലെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങളും സംശയങ്ങളും മാത്രമാണ് കേരളത്തിൽ ചർച്ചയാക്കുന്നത്. ഭരണപക്ഷം പറഞ്ഞ മറുപടി കേരളത്തിൽ ചർച്ച ചെയ്ത് കാണുന്നില്ല. പ്രതിപക്ഷമുയർത്തിയ എല്ലാ ചോദ്യങ്ങൾക്കും കിരൺ റിജിജു ലോക്സഭയിൽ വ്യക്തമായ മറുപടി നൽകിയിരുന്നു. അതിൻ്റെ മലയാളം പരിഭാഷയാണ് ഇന്ന് ചെയ്യുന്നത്. വഖഫുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയമപ്രകാരം രാജ്യത്തെ ഏതൊരു ഭൂമിയും വഖഫ് ആണെന്ന സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ മാത്രം വഖഫ് ബോർഡിന് അതിൻ്റെ ഉടമസ്ഥാവകാശം ഉന്നയിക്കാം. അങ്ങനെ വഖഫ് ബോർഡ് ഒരു വസ്തുവിനുമേൽ അവകാശവാദം ഉന്നയിച്ചാൽ മറ്റേതൊരു തർക്കവിഷയവും പോലെ ഇന്ത്യയിലെ കോടതികളിലൂടെയാണ് അത് പരിഹരിക്കുന്നതെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അല്ല. ആ പരാതി പരിഹരിക്കാൻ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ പോകേണ്ടത് കോടതിയിലല്ല, വഖഫ് ബോർഡിലും വഖഫ് ട്രൈബ്യൂണലിലുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. BJP സർക്കാർ കൊണ്ടുവന്ന ഈ ഭേദഗതി ഭരണഘടനാ ലംഘനമാണെന്ന് പറയുന്നവർ ഇന്ത്യയിലെ ഒരു നിയമത്തിൻ്റെയും കീഴിൽ വരാതെ പ്രത്യേക നിയമം ഈ വഖഫ് ബോർഡിന് ഇത്രയും കാലം നൽകിയിരുന്നത് പരാമർശിക്കുന്നില്ല. 10 വർഷം നീണ്ട പഠനത്തിനും എല്ലാ സംസ്ഥാനങ്ങളുമായും വിവിധ വഖഫ് ബോർഡുമായും മുസ്ലിം മതത്തിലെ തന്നെ വിവിധ വിഭാഗങ്ങളുമായും മതമേലധ്യക്ഷന്മാരുമായും പരാതി നൽകിയവരുമായും വ്യക്തികളുമായും സംവദിച്ച് വിവിധ ജനകീയ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് അവരെ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഭേദഗതി വരുത്താനുള്ള ബില്ല് സഭയിൽ BJP അവതരിപ്പിച്ചത്. പഴയ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തുണ്ടാക്കിയ വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ നിർദ്ദേശങ്ങളാണ് തങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ കിരൺ റിജിജു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് BJP ഗവൺമെൻറ് ചെയ്തതിൽ കോൺഗ്രസ് തങ്ങളെ വിമർശിക്കുകയല്ല അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്നാണ് ആവർത്തിച്ചു പറഞ്ഞത്. പ്രതിപക്ഷ നേതാക്കളും മലയാള മാധ്യമങ്ങളും പറയും പോലെ നിർബന്ധമായും മുസ്ലിം അല്ലാത്ത ഒരാൾ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്ന സമിതിയിൽ വേണമെന്നാണോ ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്? അല്ല എന്നുള്ളതാണ് വസ്തുത. ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: അതാത് സംസ്ഥാനങ്ങളിലെ ജനപ്രതിനിധിയായ ഒരു MP ഈ സമിതിയിൽ ഉണ്ടായിരിക്കണമെന്നാണ്. ആ MP മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മറ്റേത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ആ MP ഇതിൻ്റെ ഭാഗമായിരിക്കണം എന്നതാണ് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. BJPക്ക് മുസ്ലിം MPമാർ ഇല്ലാത്തതുകൊണ്ട് അതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ആദ്യം വിവിധ പ്രതിപക്ഷ നേതാക്കളുടെ ലോക്സഭയിലെ വാദങ്ങൾ തന്നെ കാണാം. Vested with these bodies are captured by the government and hand over to the district collectors. It's a funny thing, sir. Through this bill, they are putting a proviso that non-Muslims also be the member of the governing council. Sir, through you, sir, I would like to ask a question to the government. Whether we think about the Supreme Court constitute the board of Ayodhya, whether anybody can think that a non-Hindu be the part of Ayodhya Mandir board, sir? Sir, we are believing in, sir, I told that Guruvayur temple, there is a temple Devaswam board. Anybody can believe that that temple Devaswam board can have non-Hindu? We draw the bill completely. That is our request to this government, because no detailed consultations have been done with people who actually are running this organization today. Only intention that of this bill is to demolish the Waqf. A very important thing is a person who had been practicing for the last 5 years as Muslim can only donate the property, but the non-Muslims can participate in the administration. It is total contradiction, total against equality before law and equal protection of the law. Hence I appeal to the government, please withdraw the bill. ആ ഒരു തീർത്തും മതപരമായിട്ടുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ആ മതത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നൊരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് എന്ത് വിചിത്രമായിട്ടുള്ള കാര്യമാണ്. നിയമപരമായ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു ബുദ്ധി ഇൻ്റലിജൻസ് പോലും പ്രയോഗിക്കേണ്ടത്. ഇതങ്ങനെയല്ല. ഇത് ഏതോ സംഘപരിവാരക്കാരൻ എഴുതി കൊടുത്തൊരു ഡ്രാഫ്റ്റ് എടുത്തിട്ട് കിരൺ റിജിജു വായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി ഞാൻ ഇവിടെ പറയാൻ തയ്യാറാണ്. എൻ്റെ മറുപടികൾ പൂർണ്ണമായും ശ്രദ്ധിച്ച് കേൾക്കാൻ ഇവർ തയ്യാറാവുകയാണെങ്കിൽ എനിക്ക് വെറും പ്രതീക്ഷയല്ല, 100% ഉറപ്പുണ്ട് പ്രതിപക്ഷത്തുള്ള എല്ലാ അംഗങ്ങളും ഈ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന്. അതിനിടെ സഭാപതിജി, താങ്കളിലൂടെ ഈ രാജ്യത്തോടും ജനങ്ങളോടും ഞാൻ ഇത് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. വഖഫ് നിയമത്തിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന ഈ ഭേദഗതി കാരണം ഈ രാജ്യത്തെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും അധികാരത്തിൽ ഞങ്ങൾ കൈകടത്തുന്നില്ല. അത് ഭരണഘടനയുടെ 24 മുതൽ 30 വരെയുള്ള മതസ്വാതന്ത്ര്യത്തിൽ ഒരു തരത്തിലും കൈകടത്തുന്നില്ല.
കാരണം സുപ്രീം കോടതിയിൽ വന്ന ഒരു വിധി തന്നെ നിങ്ങൾക്ക് ഉദാഹരണമായി ഞാനിവിടെ വായിക്കുന്നു. ബ്രഹ്മചാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. ആ കേസിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തന്നെ റൂളിംഗ് നൽകിയിട്ടുണ്ട്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ആരാധനാലയത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിന് മേലുള്ള ഇടപെടലുകൾ ഭരണഘടനയുടെ 25 മുതൽ 30 വരെയുള്ള ഒരു വകുപ്പിൻ്റെയും ലംഘനമാകുന്നില്ല എന്ന് സുപ്രീം കോടതി തന്നെ റൂളിംഗ് നൽകിയിട്ടുള്ളതാണ്. ഈ നിയമത്തിൻ്റെ ഭേദഗതി കൊണ്ട് ഞങ്ങൾ ഒരാളുടെയും അവകാശം കവർന്നെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ആരുടെയൊക്കെ അവകാശമാണോ ഇവിടെ നിഷേധിച്ചിരുന്നത് അവർക്ക് സംരക്ഷണം നൽകാനാണ് ഈ ഭേദഗതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഭേദഗതി കാരണം ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, മുസ്ലിം വിഭാഗത്തിൽ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, അങ്ങനെ ആരെയൊക്കെയാണോ അവർ അടിച്ചമർത്തി വെച്ചിരുന്നത് അവർക്ക് അവകാശം ലഭിക്കുന്നതിനുള്ള ഭേദഗതിയാണ്. ഈ വഖഫ് നിയമത്തിൽ തന്നെ ആദ്യമായല്ല ഒരു സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നത്. ഈ രാജ്യത്തെ പഴയ സർക്കാരുകൾ പലതവണ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡ് ഭരണഘടനയ്ക്ക് കീഴിലാണ്, പാർലമെൻറ്റിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഭേദഗതി കൊണ്ടുവരാനുള്ള അവകാശം ഈ രാജ്യത്തെ സർക്കാരിനുണ്ട്. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ 1995 ഈ രാജ്യത്തുണ്ടായിരുന്ന വഖഫ് നിയമത്തിൽ കോൺഗ്രസ് ചില ഭേദഗതികൾ വരുത്തിയിരുന്നു. ആ ഭേദഗതികൾ കാരണം എന്തിനാണോ വഖഫ് ബോർഡ് ശരിക്കും ഈ രാജ്യത്ത് ഉണ്ടാകേണ്ടിയിരുന്നത് അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഭേദഗതി കാരണം ഈ രാജ്യത്ത് സംഭവിക്കുന്നത്. അതിൽ മാറ്റം വരുത്താനാണ് ഞങ്ങൾ ഈ ഭേദഗതി കൊണ്ടുവരുന്നത്. ഈ രാജ്യത്ത് ആരെങ്കിലും ശരിക്കും മുസ്ലിം വിഭാഗത്തെ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ കൈയടിച്ച് ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളെ എതിർക്കുന്ന ഈ കോൺഗ്രസും ഞങ്ങൾക്ക് സബാഷ് പറഞ്ഞ് ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. കാരണം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അവർ തന്നെ ഉണ്ടാക്കിയ വിവിധ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ ആ കമ്മിറ്റികൾ പറഞ്ഞിരുന്നത്, ആ നിർദ്ദേശങ്ങളാണ് ഇന്ന് ഈ ഭേദഗതിയിലൂടെ ഞങ്ങൾ നടപ്പിലാക്കാൻ മുന്നോട്ട് വെക്കുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ടുകളിൽ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അത് നടപ്പിലാക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലായിരുന്നു. അത് നടപ്പിലാക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഞങ്ങൾ ചെയ്ത് കാണിക്കുന്നത് കണ്ട് നിങ്ങൾ കൈയടിക്കുകയാണ് വേണ്ടത്. 1976 വഖഫ് എൻക്വയറി റിപ്പോർട്ട് പറയുന്നത് ഇപ്രകാരമാണ്: ഈ രാജ്യത്തെ വഖഫ് ബോർഡ് ചില വ്യക്തികളുടെ മാത്രം നിയന്ത്രണത്തിലായിരിക്കുന്നു. അത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അതായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ പ്രഥമ നിർദ്ദേശം. അതേ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമെന്നത് മുസ്ലിം മതവിഭാഗത്തിനുള്ളിൽ തന്നെയും മറ്റ് പല മതവിഭാഗങ്ങളുമായും വഖഫ് ബോർഡിന് ഒരുപാട് തർക്കങ്ങളുണ്ട്. ട്രൈബ്യൂണലിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. അത് വളരെ പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി ട്രൈബ്യൂണലിനെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാണ്. മാത്രമല്ല, ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ നിർദ്ദേശം വഖഫ് ബോർഡിൽ പ്രോപ്പറായി കണക്കുകൾ സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇടപെട്ട് അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് പ്രോപ്പറാക്കണം എന്ന് തന്നെയാണ്. മാത്രമല്ല, വഖഫ് ബോർഡിൻ്റെ രൂപീകരണ ഉദ്ദേശം തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഉന്നമനമാണ്. അത് കൃത്യമായി നടപ്പിലാക്കാൻ വഖഫ് ബോർഡിന് കഴിയുന്നില്ല. അതിൽ ഇടപെടൽ വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് 1976 ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ 2005 ഇതേ കോൺഗ്രസ് സർക്കാർ, UPA സർക്കാർ കൊണ്ടുവന്ന സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഈ രാജ്യത്ത് 4.9 ലക്ഷം രജിസ്റ്റേർഡ് വഖഫ് പ്രോപ്പർട്ടികളുണ്ട്. പക്ഷേ അതിൽ നിന്ന് വഖഫ് ബോർഡിന് ലഭിക്കുന്ന വാർഷിക വരുമാനം, ആദായം വെറും 160 കോടി രൂപ മാത്രമാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അന്ന് പറഞ്ഞിരുന്നത് പ്രോപ്പറായി ഈ വഖഫ് സംവിധാനം ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം 12,000 കോടി രൂപ വരുമാനം നേടിയെടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അവിടെയാണ് വെറും 160 കോടി രൂപ മാത്രം വഖഫ് ബോർഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കും വിധമുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം എന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഈ രാജ്യത്തുണ്ടായിരുന്നത് 4.9 ലക്ഷം രജിസ്റ്റേർഡ് വഖഫ് പ്രോപ്പർട്ടികളാണെങ്കിൽ ഇന്ന് ന്യൂനപക്ഷ മന്ത്രി എന്ന നിലയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് 8,72,320 വഖഫ് പ്രോപ്പർട്ടികൾ ഈ രാജ്യത്തുണ്ട്. എനിക്ക് ഇവിടെ ഉറപ്പായി തന്നെ പറയാൻ കഴിയും, സച്ചാർ കമ്മിറ്റി അന്ന് പറഞ്ഞ 12,000 കോടിയിൽ എത്രയോ അധികമാണ്, എത്രയോ ഇരട്ടിയായിരിക്കണം വഖഫ് ബോർഡിന് ഒരു വർഷം ആദായം ഉണ്ടാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും അവരുടെ രേഖകളിൽ വാർഷിക ആദായം 160 കോടി രൂപ മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം വഖഫ് ബോർഡിന് കീഴിൽ എത്ര പ്രോപ്പർട്ടി ഉണ്ടെന്നും അവർക്ക് എത്ര വരുമാനമുണ്ടെന്നും. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡ് സംവിധാനം കുറെ കൂടി വിപുലീകരിക്കണമെന്ന്. കുറഞ്ഞത് 2 മുസ്ലിം സ്ത്രീകളെങ്കിലും സെൻട്രൽ വഖഫ് ബോർഡിലും സംസ്ഥാന വഖഫ് ബോർഡിലും ഉണ്ടായിരിക്കണമെന്ന്. മാത്രമല്ല, ഒരാൾ സ്വയം വഖഫായി നൽകുന്ന ഭൂമി ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിനോ
ഏതെങ്കിലും തരത്തിലുള്ള ചാരിറ്റി അനാഥാലയങ്ങൾ നിർമ്മിക്കുന്നതിനോ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്ന് വഖഫിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. വഖഫായി ലഭിക്കുന്ന ഭൂമി ഒരു തരത്തിലും കൊമേഴ്സ്യൽ രീതികളിൽ ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല ഇതേ വിഷയത്തിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയും റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ട്. അന്നത്തെ ന്യൂനപക്ഷ മന്ത്രിയായിരുന്ന റഹ്മാൻ ഖാൻ്റെ നേതൃത്വത്തിലാണ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് നൽകിയിരിക്കുന്നത്. ആ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ BJPയുടെ MPമാരും അംഗങ്ങളായിരുന്നു. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ സ്ട്രെയിറ്റായി തന്നെ പറഞ്ഞിരിക്കുന്നു ഈ രാജ്യത്തെ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം സുതാര്യമല്ല എന്ന്. മാത്രമല്ല വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം കൂടുതൽ സുതാര്യമായി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിലുള്ള അംഗങ്ങളുടെ എണ്ണവും പര്യാപ്തമല്ല എന്ന് ആ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വഖഫ് ബോർഡിൻ്റെ രൂപീകരണ ഉദ്ദേശം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നതെന്നും ഈ രീതിയിൽ വഖഫ് ബോർഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നും അതിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ട്. അതും കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ്. മാത്രമല്ല ആ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ഡിജിറ്റൽ വൽക്കരിച്ച് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ആക്കണമെന്ന്. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, UPA സർക്കാരിൻ്റെ കാലത്ത് നിങ്ങളുണ്ടാക്കിയ JPCയുടെ റിപ്പോർട്ട് പ്രകാരമുള്ളതാണ്. മാത്രമല്ല വഖഫിന് കീഴിലുള്ള എല്ലാ പ്രോപ്പർട്ടിയും ഒരിക്കൽ കൂടി സർവേ ചെയ്യണമെന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി വഖഫ് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ നല്ല നിയമവിദഗ്ധരെയും നല്ല ഉദ്യോഗസ്ഥരെയും വഖഫ് ബോർഡിൻ്റെ ഭാഗമാക്കണമെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചില പ്രതിപക്ഷാംഗങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സംസ്ഥാന സർക്കാരുകളുമായോ വഖഫ് ബോർഡുമായിട്ടോ ഉണ്ടായിരുന്നില്ല എന്ന്. ഈ രാജ്യത്ത് മറ്റൊരു സർക്കാരും ചെയ്യാത്ത വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുമായും എല്ലാ മതമേലധ്യക്ഷന്മാരുമായും എല്ലാ വഖഫ് ബോർഡുമായും ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം നിരന്തരം ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളും അവർ ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞതാണ്. ആ പ്രശ്നങ്ങൾ പരിഗണിച്ച് അവർക്കുള്ള മറുപടികൾ നൽകി അതിൽ വേണ്ട പോരായ്മകളുണ്ടെങ്കിൽ അതിൽ തിരുത്തി അങ്ങനെയാണ് സാർ ഞങ്ങൾ ഈ ബില്ലിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വെറുതെ എഴുതിക്കൊണ്ടുവന്നൊരു ബില്ലല്ല ഇത്. അതിന് സഭാപതിജി അതിൽ മതം കലർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇത് ഭരണഘടനാ ലംഘനമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബോർഡോ വ്യക്തിയോ പ്രശ്നപരിഹാരത്തിന് ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ കോടതിയെ സമീപിക്കണം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണ് സാർ ഉള്ളത്? അതിന് സഭാപതിജി ഈ നിയമത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഭേദഗതി എന്നത് വഖഫ് ബോർഡ് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ തർക്കമുണ്ടായാൽ ആ തർക്കം ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം പരിഹരിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ്. ആ വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധി അന്തിമവുമാണ്. വഖഫ് ട്രിബ്യൂണലോ വഖഫ് ബോർഡോ ആ പരാതി പരിഹരിക്കാതെ കാലങ്ങളോളം വെച്ച് താമസിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സാർ പ്രതിപക്ഷം തുടർച്ചയായി ഭരണഘടനാ ലംഘനം എന്ന് പറയുന്നുണ്ട്. സാർ അവർ കേൾക്കാൻ വേണ്ടി ഈ രാജ്യം കേൾക്കാൻ വേണ്ടി അങ്ങയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് താഴെയാണ് സാർ. ഒരു നിയമത്തിനും ഭരണഘടനയ്ക്ക് മുകളിലേക്ക് പോകാൻ കഴിയില്ല. ഈ രാജ്യത്ത് ഒരു നിയമവും സൂപ്പർ നിയമമായി അംഗീകരിക്കാൻ കഴിയില്ല. സാർ 1995 ഇവർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി പ്രകാരം അവരുടെ നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് മുകളിലാണ്. കാരണം വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധിയെ ചോദ്യം ചെയ്യാനോ റിവ്യൂ ചെയ്യാനോ ചലഞ്ച് ചെയ്യാനോ ഈ രാജ്യത്തെ കോടതികൾക്ക് പോലും അധികാരമില്ല സാർ. വഖഫ് ട്രിബ്യൂണൽ തീരുമാനിക്കുന്ന ഒരു വിധി അന്തിമമാണ്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയെ പോലും സമീപിക്കാൻ ഈ രാജ്യത്തെ പൗരനും സ്ഥാപനങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ അതല്ലേ സാർ ഏറ്റവും വലിയ ഭരണഘടനാ ലംഘനം? അതുകൊണ്ട് തന്നെയാണ് അതിൽ ഭേദഗതി വരുത്താൻ ഈ സർക്കാർ തീരുമാനിച്ചത്. സാർ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ ഭരണഘടനയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു നിയമം ഈ രീതിയിൽ അംഗീകരിക്കാൻ കഴിയുമോ സാർ? ഇത് എത്ര കാലം ഇങ്ങനെ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇതിൽ മാറ്റം വരുത്തേണ്ടതല്ലേ സാർ? സാർ 1947 രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ വിഭജനമുണ്ടായി. ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ അവരുടെ ഭൂമിയും ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. പാകിസ്ഥാനുള്ള ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വന്നപ്പോഴും അവരുടെ ഭൂമി അവിടെയും അവർ ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ പാകിസ്ഥാനിലുണ്ടായിരുന്ന ഹിന്ദുക്കളുടെ എല്ലാ ഭൂമിയും പാകിസ്ഥാനിലെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിം വിഭാഗത്തിൻ്റെ ഭൂമി വഖഫ് ബോർഡിലേക്കാണ് പോയത്. അതിൽ ഈ സർക്കാരിന് യാതൊരു പരാതിയുമില്ല. ആ വഖഫ് ഭൂമി ശരിക്കും അർഹതപ്പെട്ട ആ രാജ്യത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പാവപ്പെട്ടവർക്കും പിന്നോക്കവിഭാഗത്തിൽപ്പെട്ട ആൾക്കും ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ ഇടപെടാനുള്ള ഉത്തരവാദിത്വം രാജ്യം ഭരിക്കുന്ന സർക്കാരിനില്ലേ സാർ? ആ ഇടപെടൽ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ആരുടെയും ഭൂമി കവർന്നെടുക്കാനോ അതിൻ്റെ കണക്ക് ചോദിക്കാനോ ഞങ്ങൾ വരുന്നില്ല. പക്ഷേ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അങ്ങനെ എത്തുന്നില്ലെങ്കിൽ
അർഹതപ്പെട്ട ആളുകൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും അധികാരവും ഈ രാജ്യത്തെ സർക്കാരിനുണ്ട്. സാർ, കോൺഗ്രസ് കൊണ്ടുവന്ന ഈ വഖഫ് നിയമത്തിൽ വളരെ അപകടകരമായ ഒരു നിയമം ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ അത് എടുത്തു കളയാൻ പോവുകയാണ്. സാർ, പലർക്കും ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കാം. 10 വർഷം അല്ലെങ്കിൽ 20 വർഷം അല്ലെങ്കിൽ 30 വർഷം മുമ്പ് വരെ ആ ഭൂമി എൻ്റെ ആയിരുന്നു എന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള രേഖകളോ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ ഉണ്ടെങ്കിൽ ആ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ കോൺഗ്രസ് വരുത്തിയ ഭേദഗതി പ്രകാരം അങ്ങനെയല്ല സാർ. ഇതിന് ടൈം ലിമിറ്റ് ഇല്ല. എത്ര വർഷം മുമ്പുള്ള ഭൂമിയാണെങ്കിലും അത് വഖഫ് ബോർഡിൻ്റേതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ യാതൊരു തെളിവുകളും വേണ്ട, സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആ സ്ഥലത്തിൻ്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് നൽകുന്നു സാർ. ഇതെന്ത് തരത്തിലുള്ള അനീതിയാണ് സാർ? എന്നു മാത്രമല്ല, വഖഫ് ബോർഡ് ഒരിക്കൽ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി പിന്നീട് അതിൻ്റെ ഉടമസ്ഥന് വിൽക്കാനോ ക്രയവിക്രയം ചെയ്യാനോ കഴിയില്ല സാർ. അങ്ങനെ ചെയ്യണമെങ്കിൽ വഖഫ് ട്രിബ്യൂണലിൽ പോയി അവിടുന്ന് വഖഫ് ബോർഡിൻ്റെ NOC വാങ്ങിയെടുത്താൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയം ചെയ്യാനോ ആർക്കെങ്കിലും മാറ്റിക്കൊടുക്കാനോ കഴിയുകയുള്ളൂ സാർ. ഇതെന്ത് തരത്തിലുള്ള അനീതിയാണ് സാർ? ഈ അനീതി അവസാനിപ്പിക്കേണ്ടതല്ലേ സാർ? ലോ ഓഫ് ലിമിറ്റേഷൻ എന്നതും ഈ രാജ്യത്തെ ഒരു നിയമമാണ് സാർ. സമയക്രമമില്ലാതെ അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് 1995 ഈ ഭേദഗതി കോൺഗ്രസ് വഖഫ് ബോർഡിന് സഹായം ചെയ്തു കൊടുത്തു സാർ. ഇത് എങ്ങനെയാണ് സാർ ഒരു രാജ്യത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നത്? ഒരു ബോർഡിൻ്റെ നിയമം മാത്രം ഈ രാജ്യത്തെ മറ്റൊരു നിയമം കൊണ്ടും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ആ ബോർഡിൻ്റെ നിയമം മാത്രം മറ്റെല്ലാ നിയമങ്ങൾക്കും അതീതമാണ്. ഇതെങ്ങനെയാണ് സാർ ഒരു രാജ്യത്തിന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നത്? ഞാൻ ഒരുപാട് പഴയ കണക്കുകളൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ ലഭിച്ച ഓൺലൈൻ പരാതികൾ മാത്രം 194 എണ്ണമാണ്. വഖഫ് ബോർഡ് അനധികൃതമായി അവരുടെ സ്വത്തുകൾ കൈവശപ്പെടുത്തി എന്നുള്ള പരാതികൾ 194 എണ്ണം. മാത്രമല്ല, വഖഫ് ബോർഡിലെ മെമ്പർമാർക്കെതിരെയുള്ള പരാതികൾ 93 എണ്ണം. അതുകൂടാതെ മറ്റ് വ്യക്തിപരമായ പരാതികൾ 279 എണ്ണമാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം കണക്കാണ്, ഓൺലൈൻ പരാതികൾ മാത്രം. മുസ്ലിം മതവിഭാഗത്തിൽ തന്നെ വളരെ കുറഞ്ഞ അംഗങ്ങളുള്ള പല സംഘടനകളുണ്ട് സാർ. അഗാഖാനീസ്, അഹമ്മദിയാസ്, അവർ എണ്ണത്തിൽ വളരെ കുറവേ ഉള്ളൂ എന്ന് കരുതി അവരുടെ പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ സർക്കാരിന് കേൾക്കണ്ടേ സാർ? അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ വേണ്ട എന്നാണോ പ്രതിപക്ഷം പറയുന്നത്? ന്യൂനപക്ഷത്തിനു വേണ്ടി വാദിക്കുന്ന അതേ ആളുകൾ തന്നെ ആ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അവരുടെ ഇടയിലെ ന്യൂനപക്ഷങ്ങളെ ഏതൊക്കെ രീതിയിലാണ് അടിച്ചമർത്തുന്നത് എന്നത് ഇവർ കാണുന്നില്ല സാർ. അവർക്ക് വേണ്ടി ഒരു സർക്കാർ സംസാരിക്കുമ്പോൾ അതിനെ ഇവർ കുറ്റം പറയുന്നു സാർ. സാർ, ഒരു കാര്യം കൂടി ഞാൻ ഈ സഭയിൽ പറയാൻ ആഗ്രഹിക്കുന്നു സാർ. ഇപ്പോൾ ഈ ബില്ലിനെ എതിർക്കുന്നു പറയുന്ന ഈ പ്രതിപക്ഷത്തിരിക്കുന്ന MP-മാരുണ്ടല്ലോ, അവരിൽ ഒരുപാട് പേർ വ്യക്തിപരമായി എന്നെ നേരിട്ട് കണ്ടിട്ട് ഈ കൊണ്ടുവന്ന ബില്ല് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. വഖഫ് ബോർഡ് പൂർണ്ണമായും മാഫിയ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും അതിൽ നിന്നൊരു മോചനം ആവശ്യമാണെന്നും എന്നോട് നേരിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ MP-മാർ പ്രതിപക്ഷത്തിരിപ്പുണ്ട് സാർ. ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല, കാരണം പാർട്ടിയിൽ അവർക്ക് പ്രശ്നമുണ്ടാകുമെന്നതുകൊണ്ട് ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല. ഈ വഖഫ് ബോർഡിലും ട്രൈബ്യൂണലിലും വന്ന ചില വ്യക്തിപരമായ പരാതികൾ ഞാൻ ഈ സഭയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇത് അങ്ങയിലൂടെ രാജ്യം കേൾക്കേണ്ടത് തന്നെയാണ് സാർ. അവരുടെ വേദന നിങ്ങളും കൂടി മനസ്സിലാക്കണം. ഏറ്റവും ആദ്യം മുസ്ലിം മതവിഭാഗത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന അഹമ്മദിയ വിഭാഗത്തിൽ നിന്ന് ഒരുപാട് പരാതികൾ എൻ്റെ മന്ത്രാലയത്തിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരാതികൾ കൂടുതലും വന്നിരിക്കുന്നത് കർണാടക സ്റ്റേറ്റ് വഖഫ് ബോർഡ്, തമിഴ്നാട്, കേരള, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഞാൻ ഈ സഭയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് പിന്നീട് സംസാരിക്കാം. സാർ, മുംബൈയിൽ നിന്നുള്ള ഒരു പരാതി നോക്കണം സാർ. 1944 കേസാണ്. അത് ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു ഭൂമി ഇടപാടിൻ്റെ കാര്യമാണ്. ശ്രീ നരേന്ദ്രമോദിജി 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു വികസന പദ്ധതിയായ ഡെവലപ്മെൻറ്റ് സിറ്റി പ്രൊജക്റ്റിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ആ പ്രദേശം തന്നെ, ആ ഭൂമിയുമായി, ആ പ്രോപ്പർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തി, ആ സംസ്ഥാനത്തുള്ള ആൾ പോലുമല്ല, ഗുജറാത്തിലുള്ള ഏതോ ഒരു വ്യക്തി, അദ്ദേഹം പറയുന്നു ഈ ഭൂമി അദ്ദേഹം വഖഫ് ബോർഡിന് കൊടുത്തിരുന്നതാണെന്ന്. അങ്ങനെ വഖഫ് ബോർഡ് ആ പ്രോപ്പർട്ടിയിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. 1944 തന്നെ ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കേസുകൾ അവസാനിച്ചതാണ്. ആ സ്ഥലത്ത് ആ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് നടക്കാൻ പാടില്ല എന്ന ദുരുദ്ദേശത്തോടു കൂടി അദ്ദേഹം ആ പ്രോപ്പർട്ടി വഖഫാണെന്ന് പറയുന്നു. ആ പറഞ്ഞ ഉടൻ തന്നെ വഖഫ് ബോർഡ് ആ പ്രോപ്പർട്ടിക്ക് മേൽ ഉടമസ്ഥാവകാശം ഉന്നയിക്കുന്നു, അവിടുത്തെ പ്രോജക്റ്റ് തടസ്സപ്പെടുത്തുന്നു. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തിന് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ 1.2 ഏക്കർ ഭൂമി വിൽക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് നോട്ടീസ് വരുന്നത്, വഖഫ് ബോർഡിൽ നിന്ന് NOC ലഭിച്ചാൽ മാത്രമേ താങ്കളുടെ ഭൂമി ക്രയവിക്രയം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 1500 വർഷം പഴക്കമുള്ള സുന്ദരേശ്വർ ക്ഷേത്രം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പുരയിടം ഉൾപ്പെടെ ആ ഗ്രാമം മുഴുവൻ
വഖഫ് ബോർഡ് അവരുടേതാണെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവകാശപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഒന്നും കഴിയില്ല സാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൽ എന്ത് ലോജിക്കാനുള്ളത്? 1500 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രം, ഒരു ഗ്രാമം, അത് പൂർണ്ണമായി വഖഫിൻ്റെതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ വെറുതെ അവകാശപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അവിടെയുള്ളവർക്ക് പിന്നെ ആ ഭൂമി ഒരു തരത്തിലും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല, വിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരിക്കലും ഈ വിഷയത്തിൽ മതം കലർത്തണമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ രാജ്യത്തെ ഒരു സാധാരണക്കാരന്, നമ്മുടെ രാജ്യത്തെ ഒരു നിയമം കാരണം ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ പൗരന് വേണ്ടി സംസാരിക്കാൻ നമ്മൾ തയ്യാറാകണ്ടേ? ഈ സഭയും ഇവിടുത്തെ സർക്കാരുമല്ലേ തയ്യാറാകേണ്ടത്? ഇത് ഏത് സംസ്ഥാനമായാലും, തമിഴ്നാടായാലും ഉത്തർപ്രദേശ് ആയാലും ഗുജറാത്ത് ആയാലും കാശ്മീരാണെങ്കിലും, ഒരു സാധാരണക്കാരൻ്റെ വിഷയത്തിൽ ഇടപെടാനാണ് നമ്മൾ ഈ സഭയിലിരിക്കുന്നത്. അതിനാണ് ജനങ്ങൾ നമ്മളെ തെരഞ്ഞെടുത്തുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഈ രാജ്യത്ത് അനേകമുണ്ട്. അതിൽ പരിഹാരം കാണണമെന്ന് ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും തോന്നേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാത്തത്? സ്വകാര്യ വ്യക്തികളേത് മാത്രമല്ല, സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പൂർണ്ണമായിരിക്കുന്ന സ്ഥലം വഖഫിൻ്റേതാണെന്നാണ് അവർ അവകാശപ്പെട്ടിരിക്കുന്നത്. സാർ, താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതെങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്? ഒരു ഗവൺമെൻറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പൂർണ്ണമായും അവരുടെ ഭൂമിയിലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 2012 കർണാടകയിലെ മൈനോറിറ്റി കമ്മീഷൻ്റെ റിപ്പോർട്ട്, അത് എൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. കർണാടകയിലെ വഖഫ് ബോർഡ് അവരുടെ അധീനതയിലുള്ള 29,000 ഏക്കർ ഭൂമി കൊമേഴ്സ്യൽ ലാൻഡായി മാറ്റിയിരിക്കുന്നു. വഖഫിലെ നിയമപ്രകാരം ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മാത്രമായി ഉപയോഗിക്കേണ്ട ഭൂമി 29,000 ഏക്കർ കർണാടകയിൽ മാത്രം കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നു. കർണാടക സ്റ്റേറ്റിലെ ഒരു വഖഫ് ബോർഡ് മാത്രമായി 29,000 ഏക്കർ ഭൂമി ഈ രീതിയിൽ ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം മുഴുവൻ, എല്ലാ സംസ്ഥാനങ്ങളും നോക്കിയാൽ എത്ര ഭൂമി എത്ര തരത്തിൽ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇതെല്ലാം ആ സമുദായത്തിലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ട ഭൂമിയാണ് സാർ. ഈ ഭേദഗതി സഭയിൽ വന്നതിന് ശേഷമെങ്കിലും കർണാടകയിലെ MP എഴുന്നേറ്റ് നിന്ന് ഈ വിഷയം ഉന്നയിക്കേണ്ടതല്ലേ? അത് മറച്ചു വെച്ചിട്ട് നിങ്ങൾ ഈ ബില്ലിന് എതിര് നിൽക്കുകയാണ്. അഖിലേഷ് ജി കേൾക്കൂ, അടുത്ത കേസ് ലക്നൌവിലുള്ളതാണ്. വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ തൻ്റെ മക്കളുമായി ജീവിക്കുകയാണ്. നമ്മൾ കൊണ്ടുവന്ന ഈ ഭേദഗതി ലോക്സഭയിൽ പാസ്സായില്ലെങ്കിൽ ആ പാവപ്പെട്ട സ്ത്രീ ഇപ്പോൾ താമസിക്കുന്ന ഭൂമി അവരുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല, അത് വഖഫിലേക്ക് പോകും. ഇങ്ങനെ അനേകം ആളുകളുണ്ട്, പാവപ്പെട്ട സ്ത്രീകൾ, അവരുടെ മക്കൾക്ക് പോലും അവരുടെ സ്വത്തുക്കൾ കൊടുക്കാൻ കഴിയാത്ത വിധം വഖഫ് ബോർഡ് ഏറ്റെടുത്തിരിക്കുന്ന ഭൂമികൾ. ഇതിലൊക്കെ നീതി വാങ്ങിക്കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സഭയിൽ പ്രതിപക്ഷം വളരെയേറെ ബഹളമുണ്ടാക്കുമ്പോൾ കിരൺ റിജിജു പറയുന്നത് ഇങ്ങനെയാണ്: ഇത് കോൺഗ്രസിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അവർക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ബഹളമുണ്ടാക്കി ചോദിക്കും. നമ്മൾ വ്യക്തമായി കൃത്യമായി ഡേറ്റ അനുസരിച്ച് അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാകാതെ കിടന്ന് ബഹളം വെക്കും, അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇതാണ് അവരുടെ പരിപാടി. ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമേ അവർക്കറിയൂ, ഉത്തരങ്ങൾ കേൾക്കാനുള്ള മനസ്സവർക്കില്ല. കാരണം ഉത്തരങ്ങൾ കേട്ടാൽ അവരുടെ ചോദ്യത്തിലെ പൊള്ളത്തരങ്ങൾ ജനം മനസ്സിലാക്കുമെന്നും അവർക്കറിയാം. അതുകൊണ്ട് അവർ നാടകം കളിക്കുകയാണ്. സർ, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് അയാളുടെ ഭൂമി, അയാളുടെ സ്വത്ത് വഖഫായി കൊടുക്കുന്നതിന് അധികാരമുണ്ട്, അവകാശമുണ്ട്, അത് അയാളുടെ ഇഷ്ടമാണ്. പക്ഷേ 2013 ഈ വഖഫ് ആക്റ്റിൽ കോൺഗ്രസ് കൊണ്ടുവന്നൊരു ഭേദഗതി ഉണ്ട് സാർ. അത് വളരെ വലിയ അപകടമുള്ളതാണ്. 2013 അവർ കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം ആർക്ക് വേണമെങ്കിലും വഖഫിന് ഭൂമിയോ സ്വത്തോ ദാനം ചെയ്യാൻ കഴിയും. ആർക്ക് വേണമെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവർക്കും. ഏതൊരു വ്യക്തി മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നോ അവർക്ക് അവരുടെ ഭൂമി, അവരുടെ സ്വത്ത് വഖഫിന് കൊടുക്കാൻ അവകാശമുണ്ട്. പക്ഷേ മുസ്ലിം മതവിശ്വാസി അല്ലാത്ത ഒരാൾ എന്തിനാണ് അയാളുടെ ഭൂമിയും സ്വത്തും വഖഫിന് കൊടുക്കുന്നത്? അതും മുൻകാല പ്രാബല്യത്തിൽ. ആ രീതിയിൽ 2013 കോൺഗ്രസ് ഈ ബില്ലിൽ കാണിച്ച കൃത്രിമത്വം കാരണമാണ്, അവർ ഈ രീതിയിൽ വഴിവിട്ട നീക്കം നടത്തിയതുകൊണ്ടാണ് 1500 വർഷം പഴക്കമുള്ള ഗ്രാമത്തിൻ്റെയും ഭൂമിയുടെ അവകാശവാദം ഉന്നയിക്കാനെങ്കിലും വഖഫ് ബോർഡിന് കഴിയുന്നത്. ഈ രീതിയിൽ കോൺഗ്രസ് 2013 വഴിവിട്ട രീതിയിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി കൊടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം അല്ലാത്തൊരു വ്യക്തിക്ക് വഖഫ് ബോർഡിലേക്ക് ഭൂമി ദാനം ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് സാർ. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെങ്കിൽ ഞാൻ വിശദീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എത്രത്തോളം വലിയ അപകടമാണ് ഈ രാജ്യത്തിന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ എനിക്ക് പറയാൻ കഴിയും സാർ. സാർ, ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ വരുത്തിയ ഈ ഭേദഗതി ഞങ്ങൾ പുതുതായി അടിച്ചേൽപ്പിച്ച ഒരു ഭേദഗതിയല്ല. 2013 കോൺഗ്രസ് വഴിവിട്ട രീതിയിൽ വഖഫ് ബോർഡിന് വേണ്ടി ഉണ്ടാക്കിക്കൊടുത്ത ഒരു നിയമം ഞങ്ങൾ മാറ്റി വീണ്ടും പഴയതിലേക്ക് പോവുകയാണ്. അതെങ്ങനെയാണ് സാർ ഭരണഘടനാ ലംഘനമാകുന്നത്? മറ്റൊരു കാര്യം, ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കളക്ടറെ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് വളരെ വലിയ പരാതികൾ പ്രതിപക്ഷത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട്.
കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയുടെ അധികാരിയല്ലേ? അയാൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ട ആളാണോ? ഈ രാജ്യത്തെ ഓരോ ജില്ലയിലെയും റവന്യൂവിൻ്റെ റെക്കോർഡ്സ് പൂർണ്ണമായും കൈവശം വെക്കുന്നത് അതാത് ജില്ലയിലെ കളക്ടർമാരാണ്. പ്രതിപക്ഷം പറയുന്നത് ഈ റവന്യൂ ജോലി കളക്ടർക്ക് കൊടുക്കരുതെന്നാണ്. എങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ പറയൂ, കളക്ടറുടെ ജോലി എന്താണ്? ഒരു ജില്ലയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്നത് അതാത് ജില്ലയിലെ കളക്ടർ തന്നെയാണ്. വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ മാത്രം കളക്ടർ ഇടപെടരുത് എന്നാണ് ഇവർ പറയുന്നത്. അതെന്താണ് സാർ? കളക്ടറുടെ കീഴിലുള്ള റവന്യൂ വകുപ്പിൽ ഉൾപ്പെടുത്തി വഖഫ് ഭൂമിയും പൂർണ്ണമായും റീസർവേ ചെയ്ത് ബോധ്യപ്പെടുത്തേണ്ടതാണെന്ന് ഇവരുടെ കാലത്ത് തന്നെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ പറയുന്നത് വഖഫ് ട്രിബ്യൂണലിനെ ഞങ്ങൾ പൂർണ്ണമായും എടുത്തു കളഞ്ഞുവെന്നാണ്. വഖഫ് ട്രിബ്യൂണലിനെ ബൈപ്പാസ് ചെയ്ത് മറ്റാർക്കും ഞങ്ങൾ അധികാരം കൊടുത്തുവെന്നാണ്. അങ്ങനെയല്ല സാർ. ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിൽ 3 അംഗങ്ങളാണുള്ളത്. അവിടെ ഒരു ജുഡീഷ്യൽ അംഗത്തെയും ഒരു ടെക്നിക്കൽ അംഗത്തെയും കൂടി ഉൾപ്പെടുത്തി അത് 5 അംഗങ്ങളാക്കി മാറ്റുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. സാർ, പ്രതിപക്ഷത്തു നിന്ന് അനാവശ്യമായ ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു, ഈ രാജ്യത്തുള്ള എല്ലാ ട്രിബ്യൂണലിലും റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിമാർ തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്. മിനിമം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? 5 തവണ MP ആയതല്ലേ? സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്തുവിൻ്റെ മേൽ അനാവശ്യമായ ഉടമസ്ഥാവകാശം ഉന്നയിക്കുന്ന രീതിയിലുള്ള വ്യക്തിപരമായ പരാതികളുണ്ടല്ലോ, അത്തരം 12,792 പരാതികൾ വഖഫ് ബോർഡിൽ ഇപ്പോൾ നിലവിലുണ്ട് സാർ. അത്രയും കേസുകൾ പെൻഡിംഗ് ആണ്. അതുമാത്രമല്ല, വഖഫ് ബോർഡിൽ നിന്ന് നീതി കിട്ടാത്തതിൻ്റെ പേരിൽ പോകേണ്ടത് വഖഫ് ട്രിബ്യൂണലിലേക്കാണ്. വഖഫ് ട്രിബ്യൂണലിലാകട്ടെ 19,700-ലധികം കേസുകൾ പെൻഡിംഗ് ആണ് സാർ. പരാതിക്കാരന് അവരുടെ ഭൂമി വിൽക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ ഒന്നും കഴിയാത്ത വിധം ഈ രീതിയിൽ കേസുകൾ പെൻഡിംഗ് ആയതുകൊണ്ട് ഒരു പരിഹാരവുമില്ലാതെ കിടക്കുകയാണ് സാർ. പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് ഈ രീതിയിൽ രാജ്യത്തെ സാധാരണക്കാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് ഈ കേസുകളെല്ലാം ഇങ്ങനെ തന്നെ കിടക്കണമെന്നാണോ? അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ ഞങ്ങൾ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ടൈം ലൈൻ ഞങ്ങളുടെ സർക്കാരിനെ സംബന്ധിച്ചോളം വളരെ അത്യാവശ്യമാണ്. ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് നീതി ലഭിക്കണം. നീതി ലഭിച്ചാൽ മാത്രം പോരാ, കൃത്യമായ സമയത്ത് തന്നെ നീതി ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ ഞങ്ങൾ ഇത്തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫയലിംഗ് ചെയ്യുകയാണെങ്കിൽ അത് 90 ദിവസത്തിനുള്ളിൽ തന്നെ ഫയലിംഗ് ചെയ്തിരിക്കണം. 6 മാസത്തിനുള്ളിൽ ട്രൈബ്യൂണൽ ആ പരാതിക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കണം. നമ്മൾ പാർലമെൻറ്റിൽ ഇപ്പോൾ കൊണ്ടുവന്ന ഈ ഭേദഗതി പാസാക്കി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ 19,000-ലധികം കേസ് ട്രൈബ്യൂണലിൽ പെൻഡിംഗ് കിടക്കുന്നതും വഖഫ് ബോർഡിൽ കിടക്കുന്ന 12,000-ലധികം കേസുകൾക്കും ഒരു പരിഹാരമുണ്ടാകും സാർ. അപ്പോൾ സ്പീക്കർ ചോദിക്കുന്നുണ്ട്, കേസുകൾക്ക് വളരെ പെട്ടെന്ന് പരിഹാരം ലഭിക്കുന്നത് നല്ലതല്ലേ, പിന്നെ എന്തിനാണ് പ്രതിപക്ഷം ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷം വീണ്ടും ബഹളം വെക്കുമ്പോൾ കിരൺ റിജിജു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മറുപടികൾ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കേൾക്കാൻ കൂടിയുള്ള ക്ഷമ കാണിക്കണം. സർ, ഈ പുതിയ ഭേദഗതി പ്രകാരം സെൻട്രൽ വഖഫ് ബോർഡായാലും സംസ്ഥാന വഖഫ് ബോർഡായാലും അതിൽ ഇനി കുറഞ്ഞത് 2 മുസ്ലിം വനിതകൾ ഉണ്ടായിരിക്കണം സാർ. ആ രീതിയിൽ ഞങ്ങൾ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇവർ നിരന്തരം പറയുന്ന ഈ വാദമുണ്ടല്ലോ, മുസ്ലിം അല്ലാത്ത ഒരാൾ ആ സമിതിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ട് എന്ന്. ആ രീതിയിൽ ഒരു നിർബന്ധവും ഈ സർക്കാരിനില്ല സാർ. ഞങ്ങൾ പറഞ്ഞത് സെൻട്രൽ വഖഫ് ബോർഡിലാണെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡിലാണെങ്കിലും അതാത് സ്ഥലത്തെ ജനപ്രതിനിധി, ലോക്സഭ MP ആ സമിതിയുടെ ഭാഗമായിരിക്കണമെന്നാണ്. ഒരു ജനപ്രതിനിധി എന്നത് ഒരു മതത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന ആളല്ല സാർ. ആ മേഖലയിലെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ഞങ്ങൾ പറഞ്ഞത് ആ പ്രദേശത്തെ MP, ലോക്സഭാ പ്രതിനിധി ആ സമിതിയിൽ ഉണ്ടായിരിക്കണമെന്നാണ്. അദ്ദേഹം ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ബുദ്ധനായാലും ജൈനനായാലും പാഴ്സിയാണെങ്കിലും ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ലോക്സഭാ MP ആ സമിതിയുടെ ഭാഗമായിരിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നത് ഇതിൽ നിന്ന് മാത്രം മനസ്സിലാക്കാം സാർ. സാർ, ഈ സഭയിൽ പ്രതിപക്ഷത്തുള്ള ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു, കിരൺ റിജിജു താങ്കൾ മുസ്ലിമല്ല, അതുകൊണ്ട് ഈ ബില്ലിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന്. ഇത് എന്ത് തരത്തിലുള്ള നീതിയാണ് സാർ? ഈ രാജ്യത്ത് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ള രീതിയിൽ പ്രതിപക്ഷം ഇങ്ങനെ സംസാരിച്ചാൽ ഈ രാജ്യം എവിടെ ചെന്ന് നിൽക്കും സാർ? അതുകൊണ്ട് ഒരു മുസ്ലിമിന് മാത്രമേ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്നുള്ള ധാരണ വേണ്ട. ഈ രാജ്യത്തെ മുസ്ലിം മതവിഭാഗത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, മുസ്ലിം മതവിഭാഗത്തിൽ തന്നെ പിന്നോക്ക വിഭാഗത്തിലുള്ള അഹമ്മദിയരെ പോലുള്ള ആളുകൾക്ക് വേണ്ടി ഈ ബില്ല് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചാരിതാർത്ഥ്യവും സന്തോഷവും അഭിമാനവുമുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനോ മറയ്ക്കാനോ ഉണ്ടെങ്കിൽ മാത്രമാണ് സാർ ഓടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ ബില്ല് JPCക്ക് വിടുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് ഞങ്ങൾ അറിയിക്കുന്നു. സാധാരണഗതിയിൽ JDU എന്ന് പറയുന്നത് അവിടെ മുസ്ലിം വിഭാഗത്തിൻ്റെ കൂടെ പിന്തുണയിൽ നിൽക്കുന്നൊരു പാർട്ടിയാണ്. വളരെ പ്രകടമായും
മുസ്ലിം വിരുദ്ധമായിട്ടുള്ള, മുസ്ലിം വിരുദ്ധമെന്ന് കൃത്യമായി പറയാൻ പറ്റുന്നൊരു ബില്ലാണ്. അതേക്കുറിച്ച് JDU അവരൊരു അഭിപ്രായം പറഞ്ഞില്ല, അല്ലെങ്കിൽ അവർ മീഡിയ വൺ പറയുന്നത് പോലെ JDU അഭിപ്രായം പറഞ്ഞില്ല എന്നത് തെറ്റാണ്. JDUവിൻ്റെ അഭിപ്രായം JDU നേതാവും അവരുടെ മന്ത്രിയുമായ ലലൻ സിംഗ് തന്നെ ലോക്സഭയിൽ ഈ ചർച്ചയുടെ ഭാഗമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ മസ്ജിദിൽ സർക്കാർ ഇടപെടുന്നത് പോലെ നാളെ അയോധ്യയിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ഈ രീതിയിൽ ഇടപെടുമോ എന്നാണ്. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ഈ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് മസ്ജിദിൻ്റെ അധികാരത്തിൽ സർക്കാർ ഇടപെടുന്നതിനുള്ള ഒരു ബില്ലല്ല. ആരാധനാലയങ്ങളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ കുറ്റമാരോപിക്കുന്ന പ്രതിപക്ഷം ഇത് പറയൂ, വഖഫ് ബോർഡ് എങ്ങനെയാണ് ഈ രാജ്യത്തുണ്ടായത്? ഈ രാജ്യത്തെ നിയമപ്രകാരം ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വഖഫ് ബോർഡ്. അങ്ങനെ ഈ രാജ്യത്തെ നിയമപ്രകാരം ഉണ്ടാക്കിയ ഒരു സംവിധാനം ഏതെങ്കിലും രീതിയിൽ തെറ്റായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്തം ഈ രാജ്യത്തെ സർക്കാരിനുണ്ട്. അതിനുള്ള അവകാശവും സർക്കാരിനുണ്ട്, അതിനുള്ള അധികാരവും സർക്കാരിനുണ്ട്. പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് എല്ലാ വിഷയത്തിലും മതം കലർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇവിടെ സമാധാനം ഇല്ലാതാക്കാനാണ് പ്രതിപക്ഷം എല്ലാ കാലത്തും എല്ലാ വിഷയത്തിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, ഇവരാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തെക്കുറിച്ച് പറയുന്നത്. KC വേണുഗോപാൽ പറയുന്നത് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ രാജ്യത്തെ ആയിരക്കണക്കിന് സിഖ് വംശജരായ പാവപ്പെട്ടവരെ ആരാണ് കൊന്നത്? ആരാണ് വംശഹത്യ നടത്തിയത്? നിങ്ങൾ തന്നെ പറയൂ. ഈ രാജ്യത്തെ പാവപ്പെട്ടവരായ ടാക്സി ഓടിക്കുന്ന സിഖ് വംശജർ, പഞ്ചാബികൾ, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവുമായി ഏത് തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്തിനാണ് വഴിനീള നടന്ന് തെരുവിലുള്ള പാവപ്പെട്ട സിഖ് വംശജരെ നിങ്ങൾ വേട്ടയാടി കൊലപ്പെടുത്തിയത്? ആ നിങ്ങളാണോ ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകരെന്ന് പറയുന്നത്? ഹരേ വാ, ഹരേ വാ, ഹരേ വാ വാ, ഹരേ വാ. അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. തീർച്ചയായും ഈ ബില്ല് രാജ്യത്തിൻ്റെ ആവശ്യമാണ്, അത് നടപ്പിലാക്കുകയും വേണം.